രാജൻ ഉറങ്ങിയില്ലേ? തിരുവാതിര കാലാണെന്ന് തോന്നുന്നു. ചൂട്ടും കത്തിച്ച് പാതിരാത്രിക്ക് കുളിക്കാൻ പോകുമ്പോൾ കൂടെ വരാൻ വാശി പിടിച്ച് കരഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? അമ്പലക്കുളത്തിന്റെ കരയ്ക്ക് തീ കാഞ്ഞിരിക്കുന്ന രസം, മാവിന്റെ കൊമ്പത്ത് ഊഞ്ഞാല്, ആത്തോലമ്മയുടെ പാട്ടും കളിയും, പൂവ വരകിയതും ഇളനീരും. ഒന്നും മറന്നിട്ടില്ലല്ലേ? വലുതാവുമ്പോ പലതും നമുക്ക് നഷ്ടപ്പെടുന്നു എഴുതി, പലതും നേടുകയാണെന്ന് തോന്നുന്നു. പോയിപ്പോയത് ഓർമ്മിച്ചാൽ കിട്ടുന്നത് നിസ്സാരം. ദാറ്റ് ഈസ് ലൈഫ്. ഞാൻ നീ മുമ്പ് പറഞ്ഞതാണ് ശരി. മാധവമാഷ മകളായി ഇവിടെയൊക്കെ വളർന്ന ആളാണെന്ന കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ മറന്നുപോയി. സാരമില്ല, ആർക്കും തെറ്റുപറ്റിപ്പോ. ഇനി പറ്റില്ല, ഉറപ്പ്. ഏട്ടത്തെപ്പറ്റി മനസ്സിൽ ഒരു കറിയും ഇനി തോന്നരുത്. ഏതോ ഒരു സില്ലി ടോക്ക്, ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. നമ്മളൊക്കെ പലതരം ഭാരങ്ങൾ ചുമക്കുന്നു. ഞാനും വളരെ അപ്സെറ്റാണ്. എല്ലാവർക്കും ഉണ്ട് പ്രോബ്ലംസ്. നളിനി അടുത്ത് അമേരിക്കയ്ക്ക് പോകുന്നു. 2 കൊല്ലത്തെ ഫെലോഷിപ്പ്. 2 ചിലപ്പോ 3, 4 ആകാം. പിന്നെ ഗ്രീൻ കാർഡ്, യെല്ലോ കാർഡ്, അവളെന്തൊക്കെയോ ചില നിയമങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ബാബു എന്റെ കൂടെ. ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അവളുടെ കരിയറാണ്, എന്റെ ഫേറ്റും. എന്തിന്റെ കുറവാണല്ലോ എനിക്ക് ഇവിടെ നിന്നാൽ? കുറവ് ഏട്ടത്തിക്ക് എന്തിന്റെ കുറവായിരുന്നു? വലിയ പൊസിഷനിലുള്ള ഭർത്താവ്, മിടുമിടുക്കത്തികളായ 2 കുട്ടികൾ, സൗകര്യങ്ങൾ, പണം. എന്നിട്ടും എപ്പോഴൊക്കെയോ അസംതൃപ്തി തോന്നി, ഇല്ലേ? അതാണ് ജീവിതം. സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ശേഷമേ മനുഷ്യൻ സ്വർഗത്തെ മോഹിച്ചു പറയാറുള്ളൂ.